രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അതിന്റെ ഉദ്ഘാടനത്തിന് ഇനി അധികം മാസങ്ങളില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വിപുലമായി തന്നെ എല്ലാ നീക്കങ്ങളും എല്ലാ ഒരുക്കങ്ങളും ചടുലമായി തന്നെ നടക്കുന്നത്. UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ച് തുടങ്ങിവെച്ച പദ്ധതി LDF കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടത് മെല്ലെപ്പോക്കാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഒരു സഹകരണം ഇല്ലായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുമുള്ള ശക്തമായ ഇടപെടലുകളോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി ചടുല വേഗത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വി മുരളീധരന്റെ പങ്ക് അതീവ നിർണായകമാണ്. ഇതോടുകൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സെക്ഷൻ 7A അംഗീകാരമാണ് വിഴിഞ്ഞത്തിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാവുന്ന നിയമവിധേയമായി അംഗീകരിക്കപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം അദാനി പോർട്ട് മാറി. കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. ഓഫീസ് സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടർ സംവിധാനം, മികച്ച സർവർ റൂം ഫെസിലിറ്റി അടങ്ങിയ 12 മാർഗനിർദ്ദേശങ്ങളാണ് കസ്റ്റംസ് മുന്നോട്ട് വെച്ചത്. ഇതെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ വിഴിഞ്ഞത്തിന് സാധ്യമായതോടുകൂടിയാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് വരുന്നതിന് മുമ്പായി തന്നെ സെക്ഷൻ 8, സെക്ഷൻ 45 പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡും വിഴിഞ്ഞത്തിന് ലഭിക്കും. ഇതിനുവേണ്ട സജ്ജീകരണങ്ങളും പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്പെറന്റ് ഷിപ്പ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്ക് നീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻസ്പെറന്റ് ഷിപ്പ് പോർട്ട്. സുരേഷ് ഗോപി സഹമന്ത്രിയായ ചുമതലയേറ്റ ശേഷം വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യ പടിയെന്നോണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ പദ്ധതികളുടെ വേഗത്തിനും വികസനത്തിനുമായി കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഷിപ്പിംഗ് മന്ത്രിയും കൊണ്ടുവരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഡിസംബറിനുള്ളിൽ 2 കേന്ദ്രമന്ത്രിമാരെയും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കുമെന്നാണ് വിഴിഞ്ഞം സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. വിഴിഞ്ഞത്ത് തുടങ്ങേണ്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വലുതാണ്. അന്താരാഷ്ട്ര കപ്പലുകൾ വന്നു പോകേണ്ട ഇവിടെ വൻ വികസന സാധ്യതയുള്ള തുറമുഖമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാവി പരിപാടികൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് 2 മന്ത്രിമാരെയും ഡിസംബറോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുന്നത്. അദ്ദേഹം 2 മന്ത്രിമാരെയും നേരിൽ കണ്ട് ഈ ആവശ്യം അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ശംഖുമുഖത്തിനും കോവളത്തിനും പ്രത്യേക പരിഗണന നരേന്ദ്രമോദി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോവളത്ത് വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മോട്ടോർ സൗകര്യം ഉൾപ്പെടെ സജ്ജമാക്കും. തിരുവനന്തപുരത്തിന്റെ ശുദ്ധജല തടാക പദ്ധതിയായ വെള്ളിയാണി കായലിൽ നിലവിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ 3 ഇരട്ടി വെള്ളം ലഭിക്കുന്നതാക്കി മാറ്റും. വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനായി കായലിന് ചുറ്റും സൈക്കിൾ പാതയും നടപ്പാതയും പക്ഷികൾക്ക് ആവാസമാക്കാനുള്ള മരം വച്ച് പിടിപ്പിക്കൽ, അവയെ കാണാനുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുറമുഖത്തെ കണ്ടെയ്നർ യാർഡിലെ ക്രെയിനുകളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് ഉദ്ഘാടനത്തിന് ഇനി 2 മാസമേ തികച്ചുള്ളൂ. ഓണം സമ്മാനമായി നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും കേരളത്തിൽ എത്തിക്കാനായി സുരേഷ് ഗോപി തയ്യാറെടുക്കുന്നത്. ഇനി എല്ലാ നീക്കങ്ങളും ചടുലമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഇനി വിഴിഞ്ഞത്തിന്റെ ചുറ്റുപാടും CISFന്റെ നിരീക്ഷണത്തിൽ അതീവ ശക്തമായ സുരക്ഷയാണ് ഇനി ഒരുക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.